ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് ഒരു ചെറിയ ആ, ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് നടന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം എങ്ങനെയാണ്, ഇന്നത്തെ എനർജീസ് എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഓക്കെ, ഓക്കെ നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നൈറ്റ് ഓഫ് സോഡ്സ് വെച്ചാൽ ഒരു യാത്രയാണ്, വേഗത്തിലുള്ള ഒരു അതിദൂര യാത്രയാണ് നൈറ്റ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇന്ന് വേഗതയിൽ ജോലികൾ ചെയ്യുക, വേഗതയിൽ നമ്മൾ നമ്മുടെ വർക്ക് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് നമ്മൾ ഡിസിഷൻ എടുത്ത് ക്വിക്കായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. കൂടാതെ വേഗത്തിലുള്ള യാത്രകളായിരിക്കാം. ഇന്നൊരു പക്ഷേ ഒരു യാത്ര പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്, ദൂരെയുള്ള യാത്ര ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ വേഗത സൂക്ഷിക്കുക എന്നാണ്, വേഗത സൂക്ഷിക്കുക. അപ്പോൾ നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട്. പാഷനറ്റ് അല്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്യാനുള്ളൊരു ത്വരയുള്ളൊരു ദിവസമായിട്ടാണ് നൈറ്റ് ഓഫ് സോഡ്സ് കാണുന്നത്. എടുത്തുചാട്ടം, മുൻകോപം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഒരു വഴക്കുള്ള സ്വഭാവം ഉണ്ടായിരിക്കും. എല്ലാത്തിനും ആർഗ്യുമെൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യണം. സെക്കൻഡ് 2 ഓഫ് കപ്സ് ആണ്. ഇത് എപ്പോഴും പറയുന്നത് പോലെ യൂണിയൻ അല്ലെങ്കിൽ റീയൂണിയൻ്റെ കാർഡാണ് 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. സോൾമേറ്റ്സ് ആണ്, സോൾമേറ്റ് റീയൂണിയൻ്റെ കാർഡാണ് 2 ഓഫ് കപ്സ്. അപ്പോൾ എന്താണോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് തിരിച്ച് കിട്ടും. എന്ത് എഫേർട്ട് ഇടുന്നോ അതിനനുസരിച്ചുള്ള റിവാർഡ് കിട്ടും എന്നാണ് 2 ഓഫ് കപ്സ് പറയുന്നത്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ആ ഈക്വലിബ്രിയം ഫോം ചെയ്യുന്നതാണ്, ബാലൻസ് രൂപപ്പെടുന്നതിൻ്റെ കാർഡാണ് 2 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബാലൻസ് ലൈമിലാണ് നിൽക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു ബാലൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് രണ്ടാളുകൾ തമ്മിൽ വഴക്കുണ്ടാക്കി നിൽക്കുവാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനമില്ലാതെ നിൽക്കുവാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ ഒരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് 2 ഓഫ് കപ്സ് പറയുന്നത്. ഇതൊരു സോൾമേറ്റ് റീയൂണിയനാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞു. അതുപോലെ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അതിന് പറ്റിയൊരു ദിവസമാണെന്നാണ് 2 ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 8 ഓഫ് സോഡ്സ് ആണ്. ഇതൊരു തീരുമാനം എടുക്കാതെ നമ്മൾ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫിലിരിക്കുന്നതാണ്. അതായത് നമുക്ക് ചില എന്താണ്, നമ്മൾ തന്നെ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കയറിയിരിക്കുക, എന്നിട്ട് അതാണ് ശരിയെന്ന് വിചാരിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനോ മറ്റുള്ളവർക്ക് ചെവി കൊടുക്കാനോ തയ്യാറല്ല, എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് ആക്ഷൻ എടുക്കത്തുമില്ല. അത്തരത്തിലൊരു ട്രാപ്പിലാവുക, അല്ലെങ്കിൽ ഒറ്റപ്പെടുക, നെഗറ്റീവ് തോട്ട്സിലിരിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് 8 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. അപ്പം കുറച്ചൊന്ന് ലിബറൽ ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടാണ് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്. നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു, പക്ഷേ ആ ചിന്തകൾ ശരിയാവണമെന്ന് നിർബന്ധം ഇല്ല. ഇതൊരു വിക്ടിം മെൻറ്റാലിറ്റിയുടെ കാർഡാണ്. നമ്മൾ വിചാരിക്കും നമ്മളാണ് ഇരയായത് എന്ന് വിചാരിക്കും, പക്ഷേ ശരിക്കും അങ്ങനെ ആയിരിക്കത്തില്ല. ആ ഇരവാദമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ തന്നെ ആക്ഷൻ എടുത്താൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് 8 ഓഫ് സോഡ്സ് പറയുന്നത്. നെക്സ്റ്റ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. അതായത് എന്നും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ലാതെ മറ്റ് ജോലികൾ ചെയ്യുന്നതാവാം, എക്സ്ട്രാ ജോലികൾ ചെയ്യുന്നതാവാം. ചിലപ്പോൾ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് അതിൽ മാസ്റ്റർ എടുക്കുന്നതാവാം. ചിലപ്പം ഓവർ ടൈം ചെയ്തിട്ട് കൂടുതൽ പണം നേടുന്നതായിരിക്കാം. ഇത് പണത്തിൻ്റെ അബണ്ടൻസ് ആണ് പറയുന്നത്. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഓവർ പണി എടുക്കേണ്ടി വരും. എക്സ്ട്രാ എഫേർട്ട് ഇടുക, അതിനനുസരിച്ച് അധ്വാനിക്കുക, പണം നേടുക, സേവ് ചെയ്യുക എന്നുള്ളതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ എന്നും ചെയ്യുന്നതല്ലാത്ത ജോലികൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ പുതിയ എന്തെങ്കിലും കാര്യം നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുകയും അതിന് വേണ്ടിയിട്ട് പഠിത്തം സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു എനർജിയാണ്. ചിലപ്പോൾ ഒരു അപ്രൻറ്റീസ്ഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ദിവസമാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നൈറ്റ് ഓഫ് വാൺസ് ആണ്. ഇത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാർഡാണ്. നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, ക്വിക്ക് ആക്ഷൻ എടുക്കുകയും ക്വിക്കായിട്ട് പാഷനേറ്റ്ലി കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും ചെയ്യുന്ന ഒരാളാണ് നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് സോഡും നൈറ്റ് ഓഫ് വാണ്ടും തമ്മിൽ വ്യത്യാസം. നൈറ്റ് ഓഫ് വാണ്ട് വളരെ പാഷനേറ്റ് ആണ്, വളരെ അഭിനിവേശമുള്ള ആളാണ്. അതേസമയം നൈറ്റ് ഓഫ് സോഡ് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ആളായിരിക്കാം, അയാൾക്ക് പക്ഷേ അവിടെ പാഷനില്ല. ഇവിടെ വളരെ പാഷനേറ്റായിട്ട് വേഗതയിൽ നമ്മൾ ജോലികൾ ചെയ്തു തീർക്കുക, നമ്മുടെ കരിയറിനെ വളരെ പാഷനേറ്റായിട്ട് കാണുക, അത്രത്തോളം ആഗ്രഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നൊക്കെയാണ് നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്.
ഇത് രണ്ടും വേഗതയിലുള്ള യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു യാത്രയുടെ കാർഡാണേ. ദെൻ 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് ആ സക്സസ് പ്രതീക്ഷിച്ചിരിക്കുന്ന എനർജിയാണ് 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെയ്യാനുള്ളത് നമ്മളൊരു യാത്രയിൽ നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് നമ്മളതെല്ലാം ചെയ്തിട്ട് നമ്മൾ വളരെ നിസ്സംഗമായിട്ടിരിക്കുക, അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു കാർഡാണ് 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. നമുക്കറിയാം നമുക്കിന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ദിവസമാണ്, ഇന്ന് എൻ്റെ വിഷ് കം ട്രൂ ആയിട്ടുള്ള ദിവസമാണ്, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ സംതൃപ്തിയോടുകൂടി ആ സക്സസ്സിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ മടിയൊക്കെ തോന്നാൻ സാധ്യത ഉണ്ടെന്നാണ് 9 ഓഫ് കപ്സ് പറയുന്നത്. ദെൻ 3 ഓഫ് വാണ്ട്സ് ആണ്. വീണ്ടും ഒരു യാത്രയുടെ പ്രിപ്പറേഷൻ ആൻഡ് പ്ലാനിങ് ആണ്. അപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വിദേശത്തേക്ക് പോകാനുള്ള ചിലപ്പോൾ വിസ ആയിരിക്കാം, അല്ലെങ്കിൽ മെഡിക്കലിൽ പാസ്സാവുന്നുണ്ടോ നോക്കുന്നതായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങൾക്ക് നിങ്ങൾ ഓടി നടക്കുന്ന ഒരു എനർജിയാണ് 3 ഓഫ് വാണ്ട്സ്. ചിലപ്പോൾ നിങ്ങളുടെ വിസ വരുന്നുണ്ടായിരിക്കാം, വിസ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം, മെഡിക്കൽ പാസ്സാവുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വരുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് 3 ഓഫ് വാണ്ട്സ്. ഇതൊരു പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനാണ്, യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുന്ന എനർജിയാണ്. ഓക്കെ. പിന്നെ 3 ഓഫ് വാണ്ട്സ് നിങ്ങൾ ചോയ്സുകൾ ഒരുപാടുള്ള ഒരിടത്ത്, അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ ഏത് ചെയ്യണമെന്ന് കൺഫ്യൂഷനാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കുന്നു, മുന്നോട്ട് പോകാമെന്ന് തീരുമാനമെടുക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്തുന്നു, മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് 3 ഓഫ് വാണ്ട്സ്. അപ്പോൾ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനം എടുത്ത് പോകുന്ന ദിവസമായിട്ടാണ് ഈ 3 ഓഫ് വാണ്ട്സ് പറയുന്നത്. 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ ആരുടെയെങ്കിലും കീഴിൽ ഒരു കാര്യം പഠിക്കാൻ പോവുക, അതല്ലെങ്കിൽ ഒരാളുടെ മധ്യസ്ഥതയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമാവുക. അതുപോലെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചാൽ 3 പേരുണ്ട്, 3 പേരുടെ റീയൂണിയൻ ആയിരിക്കാം. പിന്നെ ആരുടെയെങ്കിലും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാം. അത്തരത്തിലുള്ള എനർജിയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെയും പറയുന്നത് നിങ്ങൾ എന്തോ ഒരു കാര്യം പഠിക്കുന്നു, പിന്നീട് പണം നേടാൻ സാധ്യതയുള്ള ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ പുതിയൊരു കാര്യം പഠിക്കാൻ തുടങ്ങുന്നു, അതിൽ നിന്ന് പണം ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരുടെയോ കീഴിൽ നിങ്ങൾ എന്തെങ്കിലും അഭ്യസിക്കാൻ പോകുന്നുണ്ടാവുന്നതാകാൻ സാധ്യതയുണ്ട്. അതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്, പണം ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ പണം നിങ്ങളിലേക്ക് വരുന്നു എന്നതുപോലെ തന്നെ പണത്തെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും പണം ഫ്യൂച്ചറിൽ പണം കിട്ടാനുള്ള എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ അബണ്ടൻസും ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.